എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മമരം എന്ന് സോഷ്യൽ മീഡിയയുടെ വാഴ്ത്തുപാട്ടുകൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീമതി കെ ശൈലജ. നിലവിൽ MLA ആണ്. ഇത്തവണ അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ഏറ്റവും ജനപ്രിയയായിട്ടുള്ള നേതാവാണ് ശ്രീമതി കെ ശൈലജ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ടൈമിൽ മന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്തുണ്ടായിരുന്ന ഇടപെടലുകൾ, അവരുടെ പല പ്രസ്താവനകൾ, ഇതൊക്കെ തന്നെ അവരെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ശൈലജ ടീച്ചർ എന്ന വിളിപ്പേരുള്ള ശ്രീമതി കെ ശൈലജ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ആ പ്രവൃത്തി അങ്ങേയറ്റം വിവാദമായിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് അതിലെന്തെങ്കിലും തരത്തിലുള്ള ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഏറ്റവും മോശമായിട്ടുള്ള ന്യായീകരണം ആ ഒരു വിഷയത്തിൽ ഇറക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്രീമതി കെ ശൈലജ. സംഭവം മറ്റൊന്നുമല്ല, ഇപ്പോൾ രാജ്യസഭാ MP ആയിട്ടുള്ള BJPയുടെ ശ്രീ C സദാനന്ദൻ അദ്ദേഹത്തിനെ വെട്ടി, അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ വേർപെടുത്തി അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന CPMൻ്റെ കുറേയധികം ഗുണ്ടകൾ അവരിപ്പോൾ കോടതിയിലേക്ക് പോവുകയാണ്. അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് കൊടുക്കുന്നതിന് വേണ്ടി കുറേയധികം ആൾക്കാർ തടിച്ചുകൂടി. അക്കൂട്ടത്തിൽ ശ്രീമതി കെ ശൈലജയും ഉണ്ടായിരുന്നു. ഇത് ശരിയായ നടപടിയാണോ? ശ്രീമതി ശൈലജയുടെ വാദങ്ങളും ന്യായീകരണങ്ങളും നിലനിൽക്കുന്നതാണോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, 1994 ശ്രീ C സദാനന്ദൻ അദ്ദേഹം RSSൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടി CPMൻ്റെ ഗുണ്ടകളെത്തുന്നത്. അവർ അദ്ദേഹത്തിനെ ആക്രമിക്കുന്നു. അദ്ദേഹത്തെ വധിക്കാനായിരിക്കാം ഒരുപക്ഷെ ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടിമാറ്റുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രം ശ്രീ സദാനന്ദൻ അതിനെ അതിജീവിക്കുന്നു. അദ്ദേഹം പ്രോസ്തറ്റിക്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അധ്യാപക പ്രവർത്തനവും ഒക്കെ തന്നെ തുടരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുദീർഘമായിട്ടുള്ള സേവനങ്ങളെയൊക്കെ തന്നെ മാനിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയൊക്കെ തന്നെ മാനിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത് വഴി ഒരു നോമിനേറ്റഡ് അംഗമായിട്ട് രാജ്യസഭയിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരുടെ ചരിത്രം നമ്മൾ അന്വേഷിക്കേണ്ടത്. 1994 അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാകുന്നത്. തുടർന്ന് വിചാരണ കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി. എല്ലാവരും CPMകാരായിരുന്നു. അവർക്ക് 7 വർഷത്തെ ശിക്ഷയും 25,000 രൂപ പിഴയുമാണ് ചുമത്തിയിരുന്നത്. അത് പിന്നീട് അപ്പീൽ പോയി സെഷൻസ് കോടതിയിൽ വന്നപ്പോൾ ഈ ശിക്ഷ സെഷൻസ് കോടതി ശരിവെച്ചു. അതിനുശേഷം അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി 7 വർഷം എന്നുള്ളത് ശരിവെക്കുകയും ഒപ്പം 25,000 എന്നുള്ള ഈ പിഴത്തുകയെ ഇരട്ടിയാക്കി 50,000 ആക്കുകയും ചെയ്തു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകുന്നു. പക്ഷേ സുപ്രീം കോടതി അത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ ഈ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ദീർഘമായിട്ടുള്ള 30 വർഷങ്ങൾക്ക് ശേഷം നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതികളായിട്ടുള്ള CPMകാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അവർ ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ യാത്രയപ്പാണ് അവിടെയുള്ള CPM പ്രവർത്തകരൊക്കെ തന്നെ കൊടുക്കുന്നത്. അതിൽ ശ്രീ VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ഉയർന്നു കേട്ടിരുന്ന പല മുദ്രാവാക്യങ്ങളും, നായകൻ എന്ന രീതിയിൽ, നമ്മെ നയിച്ചവർ എന്ന രീതിയിലുള്ള പല മുദ്രാവാക്യങ്ങളും ഈ വധശ്രമ കേസിലെ കുറ്റവാളികളെ വാഴ്ത്തുന്നതിന് വേണ്ടി അവിടെയുള്ള CPM പ്രവർത്തകർ ഉച്ചത്തിൽ തൊണ്ട പൊട്ടുമാറ് വിളിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവർക്ക് വലിയ സ്നേഹപ്രകടനങ്ങൾ കിട്ടി. താടിയൊക്കെ പിടിച്ച് സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടു. അങ്ങനെ ലാൽസലാം വിളികളൊക്കെ തന്നെ കൊണ്ട് മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവർ ജയിലിലേക്ക് പോകുന്നത്. അവസാനമായി ജയിലിൽ പ്രവേശിക്കുന്ന സമയം വരെയും അവരോടൊപ്പം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ആ യാത്രയപ്പ് സംഘത്തിൽ ശ്രീമതി കെ ശൈലജയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒപ്പം ശ്രീ കെ രാഗേഷിനെ പോലെയുള്ള നേരത്തെ തന്നെ ജനപ്രതിനിധികളായിരുന്ന പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇത് സങ്കടകരം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, നിങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരാണ്. കേവലം പാർട്ടി പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങളോട്, അധികാരം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളോട് കുറേയധികം സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്തം ഒന്നും തന്നെ നിങ്ങൾ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കൊലക്കേസ് പ്രതികൾ പോലുമല്ല, മറിച്ച് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ, അതും പല കോടതികൾ കേട്ടതിന് ശേഷം അവർ കുറ്റവാളികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിലേറ്റവും കൂടുതൽ കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്
ശ്രീമതി കെ കെ ശൈലജയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അവരിപ്പോഴും ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. ആരോടും ഭീതിയോടോ പ്രീതിയോടോ കൂടി പെരുമാറാൻ പാടില്ല എന്നത് സത്യപ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ അത് ബാധ്യതയായി സ്വീകരിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും അവർ ഇവിടെ പ്രീതിയോടുകൂടി പെരുമാറി എന്നുള്ളതാണ് വസ്തുത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരാരും തന്നെ പ്രതികളല്ല, മറിച്ച് കുറ്റവാളികളാണ്. 2, 3, 4 കോടതികൾ ഇവരെല്ലാവരും തന്നെ കുറ്റവാളികളാണ് എന്ന് കണ്ട് തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ പാവമാണ്, നിരപരാധികളാണ് എന്നൊക്കെ പറയുന്ന വാദം ഇനി നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ദീർഘമായിട്ടുള്ള 30 വർഷം പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ, അതിൽ അവരുടെ വാദമെല്ലാം തന്നെ അവരവിടെ കൊണ്ടുവന്നു. അതൊന്നും തന്നെ അവിടെ തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. മറിച്ച് അവരാണ് ആക്രമിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കൊടും ക്രിമിനലുകളായിട്ടുള്ള കുറ്റവാളികളെ ഈ ജയിലിലേക്ക് അയക്കുന്ന ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി കെ കെ ശൈലജയും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. അവസാനം അതിനെക്കുറിച്ച് വിവാദമുണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശ്രീമതി ശൈലജയുടെ അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള മറുപടികളുമാണ് നമ്മൾ കേട്ടത്. എന്തൊക്കെയായിരുന്നു ആ മറുപടി എന്ന് നോക്കാം. ഒന്ന്, അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ്. നമുക്കറിയാം ഇത്ര ഹീനമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ കേസ് തന്നെ ഉദാഹരണമാണ്. ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്, ശരിയാണ്. ആ അർത്ഥത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വിഷമമുണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ പോകേണ്ടത് ആവശ്യമായി തോന്നി. ഒന്നാലോചിച്ച് നോക്കുക, കുടുംബാംഗങ്ങളുടെ വിഷമം എന്ന് പറയുന്നത് ഈ ശുദ്ധ തെമ്മാടികളായിട്ടുള്ള കുറ്റവാളികൾ അവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിഷമമുണ്ടാകുന്നതിനെക്കുറിച്ച് ഓർത്ത് ശ്രീമതി ശൈലജ വ്യസനിക്കുന്നത്. ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലോ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലോ ഒന്നുമല്ല ജയിലിലേക്ക് പോകുന്നത്. മറിച്ച് ഒരു ചെറുപ്പക്കാരനായിരുന്ന വ്യക്തിയുടെ 2 കാലുകളും വെട്ടി എറിഞ്ഞതിൻ്റെ പേരിലാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീമതി ശൈലജ മറന്നു പോകരുത്. അതുകൊണ്ട് ആ സമയത്ത് അവരാരോടെങ്കിലും അനുതാപത്തോടു കൂടി പെരുമാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീ സദാനന്ദൻ്റെ കുടുംബത്തിനോടായിരിക്കണം എന്നുള്ളതാണ് പ്രസക്തം. പക്ഷേ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി ശൈലജയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല അവിടെ പോയത്. പിന്നെ എന്തിനാണാവോ അവിടെ പോയിരിക്കുന്നത്? ഈ ആൾക്കാർ കുറ്റവാളികളാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി തെളിഞ്ഞിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി അവിടെ പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കാനല്ല പോയത് എന്ന്. എങ്കിൽ ശരി, നിങ്ങൾ ആ കുറ്റകൃത്യത്തിനെ എതിർക്കാനാണോ പോയത്? നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഇവർക്കെതിരെ സംസാരിച്ചോ? ആ കുറ്റകൃത്യം അത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു? അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവിടെ ചെന്ന് അവരുടെ ഈ യാത്രയപ്പിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോടൊപ്പമാണ് എന്ന് മാത്രമാണ് അതിനർത്ഥം. അതല്ലാതെ കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കാനല്ല പോയത് എന്നുള്ള വാദം അവിടെ നിലനിൽക്കില്ല. കാരണം നിങ്ങൾ ആ കുറ്റകൃത്യത്തിനെ എതിർത്ത് അവിടെ സംസാരിച്ചിട്ടില്ല. ഇനി അടുത്തത്, അവരെ കോടതി ശിക്ഷിച്ചു, കോടതി വിധിയെ മാനിക്കുന്നു. എന്നാൽ ഇവരത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരല്ല എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം നാട്ടുകാരാണല്ലോ കോടതി. അതായത് വിചാരണ കോടതി കോടതിയല്ല, സെഷൻസ് കോടതി കോടതിയല്ല, ഇവരുടെ ശിക്ഷ വർദ്ധിപ്പിച്ച ഹൈക്കോടതി കോടതിയല്ല, ഇവരുടെ വാദങ്ങളൊന്നും കേൾക്കാതിരുന്ന സുപ്രീം കോടതി കോടതിയല്ല, മറിച്ച് നാട്ടുകാരുടെ കോടതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമാണ് പോലും ഇവരാരും കുറ്റക്കാരല്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ കെ കെ ശൈലജ അവിടെ എന്തോ ഒരു ഒപ്പീനിയൻ പോളൊക്കെ നടത്തിയതിന് ശേഷം ഇവരാരും കുറ്റക്കാരല്ല എന്ന നാട്ടുകാർ ഏകസ്വരത്തിൽ ഇവർക്കൊരു ഫീഡ്ബാക്ക് കൊടുത്തുവെന്ന്. എത്രത്തോളം അധമ ചിന്താഗതിയാണ്, എത്രത്തോളം വലിയ ആന മണ്ടത്തരമാണ് ഈ പറയുന്നത് എന്നാലോചിച്ച് നോക്കുക. നാട്ടുകാരുടെ മൊത്തം വക്കാലത്തെടുത്തുകൊണ്ട് ഒരു MLA വന്നു നിന്ന് പറയുകയാണ് നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത് ഇവരല്ല കുറ്റക്കാർ എന്നാണ് എന്ന്. പിന്നെ ആരാണ് കുറ്റക്കാർ? പിന്നെ ഇവർ പുണ്യവാളന്മാരായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ പല കോടതികളിൽ ഇവരുടെ ഭാഗം തെളിയാതെ പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതെല്ലാം തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള അധമ ക്യാപ്സൂളുകളാണ് എന്ന് ശ്രീമതി ശൈലജ ഓർക്കണം. സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന അധ്യാപകനായ കുഞ്ഞികൃഷ്ണൻ വരെ പ്രതിയായി. അപ്പോൾ ബാക്കിയുള്ളവരോ? സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തയാളിന് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുത്ത് അയാളെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കോളൂ. ബാക്കിയുള്ള പ്രതികളോ? ഏതാണ്ട് 8ഓളം പ്രതികളുണ്ടല്ലോ. ബാക്കിയുള്ള ആൾക്കാരും സജീവ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആൾക്കാരോ? അപ്പോൾ അവരൊക്കെ തന്നെ ഇതിലെ കുറ്റവാളികളാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ കുറ്റം ചെയ്തില്ലെന്ന് തെളിയിക്കാൻ അവർക്കായില്ല. അതാണ് പ്രശ്നം. കുറ്റം അവർ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് കുറ്റം അവരാണ് ചെയ്തത് എന്ന് തെളിയിക്കാനായി സാധിച്ചു എന്നാണ്. നോക്കൂ, എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും പൊട്ട ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീമതി ശൈലജ ഇവിടെ കൊടും ക്രിമിനലുകളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. യാത്രയപ്പ് എന്ന രീതിയിൽ അതിനെ കാണാൻ സാധിക്കില്ല. പിന്നെ എന്ത് രീതിയിൽ അതിനെ കാണുന്നത്? വിവാഹ വാർഷികം എന്ന രീതിയിലാണോ കാണുന്നത്? അതോ അത് ഏതെങ്കിലും ഒരു പിറന്നാൾ ആഘോഷം എന്ന രീതിയിലാണോ കാണുന്നത്?
ജയിലിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ മുദ്രാവാക്യം വിളിച്ച് അയക്കുന്നതിന് യാത്രയപ്പ് എന്നാണ് പറയുന്നത്. അതല്ലാതെ അതിന് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എന്നല്ല പറയുന്നത്. ഇത്രത്തോളം അധമമായിട്ടുള്ള ന്യായീകരണങ്ങളാണ് ശ്രീമതി ശൈലജയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതികളെ പിന്തുണയ്ക്കുക എന്ന സന്ദേശവുമില്ല. ഓ പിന്നെ നീയൊക്കെയാണ് നായകൻ, നീയൊക്കെ നമ്മളെ നയിക്കട്ടെ, ലാൽ സലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കുകയല്ല പോലും. അപ്പോൾ ആൾക്കാരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ലാൽ സലാം എന്ന് പറയുന്നത്? പിണറായി വിജയനെ കാണുന്ന സമയത്ത് ശ്രീമതി കെ ശൈലജ ലാൽ സലാം സഖാവേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണോ പറയുന്നത്? അതോ അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പമാണ് എന്നാണോ പറയുന്നത്? എന്തൊക്കെ മണ്ടത്തരം! വിളിച്ചു ചേർത്ത പരിപാടിയായിരുന്നില്ല. കേട്ടെറിഞ്ഞ ആൾക്കാർ വരാനായിട്ട് ഇത് മരണച്ചടങ്ങായിരുന്നല്ലോ. ഇത് വിളിച്ചു ചേർത്തിരിക്കുന്ന പരിപാടിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയോ തന്നെയാണ് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത്, ഒരു സംശയവുമില്ല. നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നെന്നും ശൈലജ പറഞ്ഞു. നാട്ടുകാരെല്ലാവരും അവിടെ വരാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം സ്വാതന്ത്ര്യ സമരം ചെയ്തതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അറസ്റ്റ് വരിച്ചു പോവുകയായിരുന്നല്ലോ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ അധമ ചിന്ത പേറുന്ന കുറ്റവാളികളായിട്ടുള്ള ഒരാളിനെ കൊല്ലുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന, അയാളുടെ ശരീരത്തിലെ 2 കാലുകളും വെട്ടിയെറിഞ്ഞിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. അതിനുവേണ്ടി അവിടെ നിങ്ങൾ പിന്നീട് പോയത് എന്തിനാണ്? ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ആരും അറിയിക്കാതെ ആൾക്കാരൊക്കെ തന്നെ അങ്ങ് ഒത്തുകൂടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഓണത്തിന് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണോ? എന്തൊക്കെ വലിയ മണ്ടത്തരമാണ് ഈ പറയുന്നത്! എത്ര അധമ ന്യായീകരണങ്ങളാണ് ശ്രീമതി ശൈലജ പറയുന്നത് എന്നാലോചിച്ച് നോക്കുക. ഇത് ശ്രീമതി ശൈലജയ്ക്ക് പുത്തരിയല്ല. അവരാദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ, പ്രത്യേകിച്ച് വധശ്രമ കേസിലെ, കൊലക്കേസിലെ പ്രതികളെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്നത്. അത് ആ കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കുക എന്ന രീതിയിലല്ല, മറിച്ച് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എത്ര മോശം മാതൃകയാണ് അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. ഇതിന് തൊട്ടു മുമ്പ് എനിക്ക് ഓർമ്മയുള്ളത്, ഇതേപോലെ ശ്രീമതി കെ ശൈലജ വാഴ്ത്തിയ ഒരു വ്യക്തി ശ്രീ കുഞ്ഞനന്തനാണ്. ശ്രീ കുഞ്ഞനന്തൻ എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം TP വധക്കേസുമായി ബന്ധപ്പെട്ട് കുറ്റവാളി എന്ന് കണ്ട് കോടതി ശിക്ഷിച്ചയാളാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിയല്ല, കുറ്റവാളിയാണ്. അങ്ങനെയുള്ള കുറ്റവാളിയായിട്ടുള്ള കുഞ്ഞനന്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് വലിയ ആദരപൂർവ്വം ഫേസ്ബുക്കിൽ ഒരു ദീർഘമായ കുറിപ്പെഴുതിയ ആളാണ് ശ്രീമതി കെ ശൈലജ. കൂടുതൽ വലിയ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയനും അത് എഴുതിയിരുന്നു. പക്ഷേ എങ്കിലും എത്രത്തോളം മോശമായിട്ടുള്ള ചിന്തയുള്ള, സാമൂഹ്യ നീതിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ എന്നാലോചിച്ച് നോക്കുക. അതല്ല എങ്കിൽ ഇങ്ങനെ ആൾക്കാരെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രമിക്കുമോ എന്നാലോചിച്ച് നോക്കുക. അല്പമെങ്കിലും നമുക്ക് ഈ സങ്കോചം, ഉളുപ്പ് എന്നൊക്കെ പറയുന്ന ചില വികാരങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന വാക്കുകൾ, ഈ പോസ്റ്റുകളൊക്കെ പബ്ലിക്കാണ്. നമ്മുടെ പാർട്ടിക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ കാണുന്നതാണ്, മാധ്യമങ്ങൾ അതറിയുന്നതാണ്, ചർച്ചകളുണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്നതിന് പകരം ഏറ്റവും മോശമായിട്ടുള്ള ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വെറുതെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന കുറേയധികം നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ കുഞ്ഞനന്തൻ എന്ന TP വധക്കേസുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ആ ടേം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിച്ചു പോകുന്നത്. ആ സമയത്ത് ശ്രീമതി കെ ശൈലജ 5 വർഷങ്ങൾക്ക് മുൻപ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന സംഘടനാ പാടവവും ധീരതയും സഖാവിൻ്റെ പ്രത്യേകതയായിരുന്നു എന്നാണ്. എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ? TP ചന്ദ്രശേഖരൻ അംഗീകരിച്ചു എന്നാണോ? എന്തൊക്കെ മണ്ടത്തരമാണ് ഈ പറയുന്നത് എന്നാലോചിച്ച് നോക്കുക. വീണ്ടും എല്ലാ ആൾക്കാർക്കും, അതായത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും കുഞ്ഞനന്തനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ അവർക്കെല്ലാം സർവ്വസ്വീകാരനായിട്ടുള്ള വ്യക്തി തന്നെ ആയിരുന്നു കുഞ്ഞനന്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനലിനെ, ഒരു കുറ്റവാളിയായിട്ടുള്ള വ്യക്തിയെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ കെ ശൈലജ കേരളത്തിലെ മന്ത്രിയാണ്. കേവലം MLA മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കൂടിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർക്ക് അദ്ദേഹം കുഞ്ഞനന്തേട്ടനായിരുന്നു, കുന്തമായിരുന്നു. മരിക്കുന്ന സമയത്ത് പോലും TP ചന്ദ്രശേഖരൻ കുഞ്ഞനന്തേട്ട എന്നായിരിക്കുമല്ലോ മനസ്സിൽ വിചാരിച്ചിരിക്കുക. പാനൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജമാണ് സഖാവ് കുഞ്ഞനന്തേട്ടൻ. അതൊക്കെ ശരിയായിരിക്കും. എല്ലാ വിഭാഗം ജനങ്ങളോടും അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന കുഞ്ഞനന്തേട്ടൻ്റെ വിയോഗത്തിൽ സഖാക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ്. ഇമാതിരി പോസ്റ്റുകൾ, ഇതിൻ്റെ പ്രസ്താവനകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയ ആൾക്കാരാണ് എന്നോ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു രക്തസാക്ഷിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ തോന്നിപ്പോകും. തേർഡ് റേറ്റ് ക്രിമിനലായിട്ടുള്ള, കുറ്റവാളികളായിട്ടുള്ള, ശിക്ഷിക്കപ്പെട്ട് ജയിൽ ടൈം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഈ യാത്രയപ്പ് ചടങ്ങിലാണെങ്കിലും അതേപോലെ മരണത്തിൻ്റെ സമയത്താണെങ്കിലും ഇങ്ങനെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടാനായിട്ട് ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. അതുകൊണ്ട് ശ്രീമതി കെ ശൈലജ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ ബുദ്ധിയുള്ളത്, മറ്റുള്ള ആൾക്കാർക്കും ബുദ്ധിയുണ്ട്. സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ ആരെയൊക്കെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നും
എന്തിനാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുമൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയെങ്കിലും മേലിൽ സഖാക്കന്മാരെ നിങ്ങൾ കെ ശൈലജ കേരളത്തിലെ ഏറ്റവും വലിയ നന്മമരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങളുമായിട്ട് ദയവ് ചെയ്ത് വരരുത്. ഇത്ര മാത്രമേ ഉള്ളൂ ശ്രീമതി കെ ശൈലജ എന്നവർ സ്വയം തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നിലധികം സംഭവങ്ങളായി സൗമ്യമായി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറ്റവാളികളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീമതി കെ ശൈലജയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമായി വന്നിരിക്കുകയാണ്. അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം 3 വട്ടം. ജയ് ഹിന്ദ്.